ഈ പേരാമ്പ്ര അങ്ങാടിയിൽ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. നിരന്തരമായി പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടിൽ ആളെ കൊല്ലുന്ന ബസ്സുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയോ ഇന്നോ തുടങ്ങിയ സംഭവമേ അല്ല. വളരെ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ദാരുണമായ ഒരു സംഭവം പേരാമ്പ്ര അങ്ങാടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പേരാമ്പ്രയിലെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള മത്സരയോട്ടങ്ങൾ നടത്തുന്ന ബസ്സുകൾ ഇടിച്ച് പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടത്തുന്നതിന് കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അല്പസമയം മണിക്കൂറുകൾക്ക് മുമ്പാണ് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാലിക്കര സെന്ററിൽ പഠിക്കുന്ന മുഹമ്മദ് ജവാദ് എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ ഈ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലുള്ള ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ ഫലമായി ജീവൻ കവർന്നെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ പേരാമ്പ്രക്കാര് ഞെട്ടലോടെ അറിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ഈ റൂട്ടിലോടുന്ന ബസ്സുകളുടെ സ്ഥിരം ഒരു ഏർപ്പാടാണ് മത്സരയോട്ടം എന്നുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ നേരത്തെ ഒട്ടനവധി പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ AIYF-ന്റെയും മറ്റ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി ഈ പേരാമ്പ്ര അങ്ങാടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ വിശദമായ പഠനം നടത്തിക്കൊണ്ട് അത്തരത്തിലൊരു ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ കേരളത്തിനകത്ത് പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കയറി ഒരാൾ മരണപ്പെടുന്നത്. ആ മരണപ്പെടുന്നത് ഈ നാട്ടിലുള്ള ഈ കുറ്റ്യാടി പേരാമ്പ്ര റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ ഫലമായിട്ടാണ്. ആ മത്സരയോട്ടത്തിന്റെ ഫലമായി അവരെ നിലയ്ക്കു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണാധികാരികളുടെ അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഉണ്ടാകണമെന്നാണ് AIYF-ന് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ നേരത്തെ ഈ വിഷയം ഉന്നയിച്ചതാണ്. സമയക്രമത്തിന്റെ ഭാഗമായി എല്ലാ ബസ്സുകൾക്കും ഓടിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അനുവദിക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി പാലിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരികളുടെ മേൽനോട്ടം ഈ വിഷയത്തിനകത്ത് ഉണ്ടാകണമെന്ന് നിരന്തരമായി ഇവിടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആവശ്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് ഈ കഴിഞ്ഞ സംഭവം, ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് AIYF-ന് ഒന്നേ പറയാനുള്ളൂ, ഈ വരുന്ന ദിവസങ്ങൾക്കകത്ത് ഈ പേരാമ്പ്ര കുറ്റ്യാടി റോട്ടിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളും സമയകൃത്യത പാലിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഈ റൂട്ടിൽ അപകടം സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും. അതല്ല മറിച്ച് ഞങ്ങൾ ഈ റൂട്ടിലൂടെ മത്സരയോട്ടം നടത്തിക്കൊണ്ട് ലാഭം കൊയ്യുന്നതിന് വേണ്ടി ആളുകളുടെ ജീവൻ കവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനകത്ത് ഈ റൂട്ടിലോടുന്ന ഏതൊരു ബസിന്റെ പ്രവർത്തകനായാലും ജീവനക്കാരനായാലും ഞങ്ങൾ വിട്ടുനിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. കയ്യും കാലും ഒടിച്ചോ വീട്ടിലിരുത്തി ചെലവിന് കൊടുക്കാൻ AIYF-ന് അറിയാമെന്നാണ് ഈ അവസരത്തിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത രൂപത്തിൽ പ്രൈവറ്റ് ബസ് മുതലാളിമാർക്ക് തടിച്ചു കൊടുക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന സമീപനം അധികാരി വർഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് AIYF നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിന് അത് തർക്കവുമില്ല. ഇവിടെ നേരത്തെ പ്രകടനത്തിൽ ഉന്നയിച്ചതുപോലെ ചില ആ ഡ്രൈവർമാർക്ക് ഇവിടെ അനുവദിച്ച ബത്ത എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതിനപ്പുറത്ത് വേഗവത്സൻ ഉൾപ്പെടെ അവന്റെ വീടുകളിൽ നിന്നും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, അവന്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, അവന്റെ അച്ഛൻ പോകുന്നുണ്ട്, അവന്റെ അമ്മ പോകുന്നുണ്ട്. അവർ വൈകുന്നേരമായാൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എത്രമാത്രം വിഷമമുണ്ടാകുമെന്ന് ഓടിക്കുന്ന ചില ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ജീവനക്കാരുടെ എണ്ണം കുറച്ചു. പല ബസ്സിനകത്തും ഡ്രൈവറും കണ്ടക്ടറുമായി ബസ് നടത്തുന്നതാണ് സാഹചര്യം. അതിനെക്കൊണ്ട് തന്നെ ബസ്സിനകത്ത് നിന്ന് ലോറിൽ നിന്നല്ലാത്തിന്റെ തെന്നി വീടുകൊണ്ട് അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിത്യേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഒരു 5-6 മിനിറ്റുകൾ കൊടുത്തുകൊണ്ട് അത് ഒരു സ്റ്റേജിനകത്ത് 2.5 കിലോമീറ്ററിനകത്ത് അത് ഓടി എടുക്കണമെന്നുള്ള നിബന്ധനകളാണ് ഇവിടെയുള്ളത്. എങ്കിൽ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ചില സ്റ്റോപ്പുകളിൽ നിർത്തിയിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യാതെ പിന്നീട് അങ്ങോട്ട് മത്സരവോട്ടം നടത്തിക്കൊണ്ട് ജീവൻ പൊലിയുന്ന സാഹചര്യമാണ് ഈ റൂട്ടിലുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരവോട്ടം ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ KSRTC ബസ്സുകൾ ഈ റൂട്ടിൽ അനുവദിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കൂടി AIYF-ന് വേണ്ടി ഇവിടെ ആവശ്യപ്പെടുകയാണ്.